ഹലോ ഗായ്സ്, ഓണങ്ങി എത്തി. ഓണത്തിന് പൂ വയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഞാനും ഉണ്ടാക്കി ഒരു മുല്ലപ്പൂ മാല. നമുക്കും ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ? ഈ ക്രോഷേ യാൺസും ഹൊക്കും വെച്ചിട്ടാണ് ഞാൻ ആ മുല്ലപ്പൂ മാല ഉണ്ടാക്കിയത്. നമുക്കറിയാം, ഇന്നത്തെ ലോകത്ത് ശരിക്കുള്ള മുല്ലപ്പൂവിനേക്കാളും കൂടുതൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ മാലകൾ കുറേ വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം നോക്കി ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ഇതുപോലൊരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ ക്രോഷേ വെച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞത്. എങ്കിൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന യാൺസൊക്കെ തപ്പി പിടിച്ചെടുത്തു. പക്ഷേ പച്ച കളർ എനിക്ക് ശരിയായിട്ടുള്ളത് കിട്ടിയില്ല. എന്തായാലും ഫസ്റ്റ് ട്രൈ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ തന്നെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ കണ്ടതിൻ്റെ ഒരു ഉദ്ദേശത്തിൽ എനിക്കറിയാവുന്ന പോലെയൊക്കെ ചെയ്ത് നോക്കി. കുഴപ്പമില്ലാണ്ട് വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളൊന്ന് നോക്കിയേ. ആദ്യത്തെ പരീക്ഷണമായതുകൊണ്ട് തന്നെ ഒത്തിരി നീളത്തിലൊന്നും ഞാൻ ഉണ്ടാക്കാൻ നിന്നില്ല. ചെറിയതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി. ദേ നോക്കി, ചെറിയൊരു മുല്ലപ്പൂ സെറ്റ്. എനിക്കാണെങ്കിൽ അധികം മുടിയുമില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ തിരക്കേടില്ല. പക്ഷേ പച്ച നിറം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം. സാരില്ല, അടുത്ത തവണത്തേക്ക് നമുക്ക് ശരിയാക്കാം അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളും ക്രോഷേ ചെയ്യുന്ന ആളാണെങ്കിൽ ഇതുപോലൊരു മുല്ലപ്പൂ മാല നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.